വരയിലൂടെ ആക്ഷേപഹാസ്യത്തിന്റെ തലങ്ങൾക്ക് പുതിയ അർത്ഥങ്ങൾ നൽകിയ കാർട്ടൂണിസ്റ്റ് ടോംസാണ് കുട്ടികളൊരുക്കിയ പ്രതീകാത്മക പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. ടോംസിന്റെ കൈവിരൽ തുമ്പിലൂടെ ക്യാൻവാസിൽ തെളിഞ്ഞ ബോബനും മോളിയും ഉപ്പായി മാപ്പിളയും പഞ്ചായത്ത് പ്രസിഡന്റുമെല്ലാം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആശങ്ക പങ്കുവച്ചപ്പോൾ അത് ആക്ഷേപഹാസ്യത്തിന്റെയും വിമർശനങ്ങളുടെയും കൂരമ്പുകളായി മാറി. നിരവധി ജനങ്ങൾക്കും ഇത് വേറിട്ട കാഴ്ചയും കൗതുകവും ഒരുക്കി. അണക്കെട്ടിന്റെ നിലവിലുള്ള മാതൃകയാണ് കുട്ടികൾ നിർമ്മിച്ചത്. രാഷ്ട്രീയ കക്ഷികൾ പോലും അണക്കെട്ടിന്റെ കാര്യത്തിൽ നിന്നും പിന്നോട്ടു പോകുമ്പോൾ ഇതിന്റെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും യുവതലമുറയെ ബോധവൽക്കരിക്കുവാനുമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ഇമേജ് മൾട്ടിമീഡിയ ഡയറക്ടർ എബി പറയുന്നു. കേരളത്തിന് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാഷ്ട്രീയക്കാർ പോലും കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തമിഴ്നാട് പറയുന്നതാണ് സത്യമെന്ന് പോലും നമ്മൾ വിശ്വസിച്ചു പോവുകയാണ്. ഈ അവസരത്തിൽ യുവതലമുറ മുന്നോട്ട് വരേണ്ട ആവശ്യകത അറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം തയ്യാറാക്കിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടുയർത്തുന്ന ആശങ്കകൾ ഉപവാസം നടത്തിയും പ്രാർത്ഥനകൾ നടത്തിയും പങ്കിടുന്നവർക്കു മുൻപിൽ ഈ കുട്ടികൾ നടത്തിയ പ്രകടനം വേറിട്ട കാഴ്ചയും മാതൃകാപരവുമായി. കാര്യഗൗരവത്തെ മറന്ന് സമരത്തിൽ നിന്നും പിന്മാറിയ രാഷ്ട്രീയ കക്ഷികൾക്കും ഇത് മുന്നറിയിപ്പായി മാറി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.